ഒടുവിൽ മനീഷിൻ്റെ ചേട്ടനെ വിളിച്ച് ചെന്നൈയിലെ മികച്ച ഫിലിം സ്കൂളുകളെ പറ്റി അന്വേഷിക്കുവാനും ചട്ടം കെട്ടി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടിപിടിയെന്നായിരുന്നു. ഫിലിം കോഴ്സ് ചെയ്യാൻ സമ്മതിക്കുമ്പോൾ റാം അതിനുവേണ്ടി തമിഴ്നാട് തിരഞ്ഞെടുക്കുമെന്ന് അച്ഛനും കരുതിയിരുന്നില്ല. എങ്കിലും അവന് കൊടുത്ത വാക്കിന്മേൽ അയാളും ഒടുക്കം സമ്മതിച്ചു. തൻ്റെ ഇരട്ട ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്ര ആരംഭിച്ചപ്പോൾ ജീവിതത്തിൽ ആദ്യമായി വീട്ടുകാരെ പിരിയാൻ പോകുന്നതിലുള്ള ദുഃഖം മാത്രമായിരുന്നു അവന്, പ്രത്യേകിച്ചും അവൻ്റെ അമ്മയെ. തമിഴ്നാട് എന്ന തൻ്റെ ഫാൻസി ലോകത്തേക്ക് വന്നെത്തിയ അന്നത്തെ ദിവസം ഓരോന്ന് ആലോചിച്ചും വീട്ടുകാരെ പിരിഞ്ഞ ദുഃഖം വരുമ്പോൾ ഇടയ്ക്കിടെ കരിങ്ങാലി വെള്ളം കുടിച്ചു തീർത്തും അവൻ സമയം തള്ളി നീക്കി. പിറ്റേന്ന് പുലർച്ചെ ഏകദേശം 5 മണിയായപ്പോൾ ബാൽക്കണിയിൽ നിന്നുമുള്ള കതക് സാവധാനത്തിൽ തുറക്കുന്ന ശബ്ദം കേട്ട് റാം ഞെട്ടിയുണർന്നു. ആ വാതിലിന് ലോക്കില്ലാത്തത് അവൻ തലേന്നേ ശ്രദ്ധിച്ചിരുന്നു. കതക് തുറന്നതും വീണ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ റാം ആ കാഴ്ച കണ്ടു. വാതിൽ തുറന്ന് ഉയരം കുറഞ്ഞ് മെലിഞ്ഞ ശരീരമുള്ള ആരോ അകത്തേക്ക് കടക്കുന്നു. ആദ്യമൊന്ന് ഭയന്നെങ്കിലും അവൻ ബെഡ്ഷീറ്റ് തലവഴിയിട്ടുകൊണ്ട് കട്ടിലിൽ നിന്നും സാവധാനത്തിൽ നിലത്തേക്കിറങ്ങി. എന്നിട്ട് ശബ്ദമുണ്ടാക്കാതെ മുട്ടിൽ നിരങ്ങി വാതിലിനരികിലേക്ക് ചെന്നു. അപ്പോഴേക്കും അകത്ത് കടന്നയാൾ മുന്നിലേക്ക് 4-5 ചുവടുകൾ വച്ചിരുന്നു. റാം പെട്ടെന്നു തന്നെ നിലത്തുനിന്നും ചാടി എഴുന്നേറ്റിട്ട് കാലുകൊണ്ട് ചവിട്ടി വാതിലടച്ചു. ശേഷം 1 സെക്കൻഡ് പോലും പാഴാക്കാതെ അകത്തേക്ക് കടന്നയാളുടെ മേൽ ചാടി വീണിട്ട് അയാളെ ബെഡ്ഷീറ്റിൽ മൊത്തമായി പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ബലമായി നിലത്തേക്കിരുത്തി. അയാൾ രക്ഷപ്പെട്ടു പോകാതിരിക്കുവാനായി അയാളുടെ പുറത്തേക്ക് കയറിയിരിക്കുകയും ചെയ്തു. കള്ളൻ, കള്ളൻ, ബിനീഷേട്ടാ ഓടിവായോ! റാം ഉച്ചത്തിൽ അലറി വിളിക്കാൻ തുടങ്ങിയ കാര്യങ്ങൾ അതിനേക്കാൾ ഉയർന്ന ശബ്ദത്തിൽ ബെഡ്ഷീറ്റിനുള്ളിൽ നിന്നും കേട്ടതും റാം ഒരു നിമിഷം കിടുങ്ങിപ്പോയി. താനിനി വേറെ വല്ലയിടത്തുമാണോ എന്നുപോലും അവൻ സംശയിച്ചു. എങ്കിലും അവനും ബിനീഷേട്ടൻ്റെ പേര് ഉച്ചത്തിൽ വിളിച്ചുകൂവി. ഒച്ചയും ബഹളവും കേട്ട് ബിനീഷേട്ടൻ ആ റൂമിലേക്ക് ഓടി വന്ന് ലൈറ്റിട്ടതും റാം മുകളിലും ആഗതൻ നിലത്തു വീണ് ചതഞ്ഞ തവള കണക്കെ അടിയിലുമായി കിടക്കുന്നത് കണ്ടു. അയാൾ ഓടിച്ചെന്ന് റാമിനെ പിടിച്ചുമാറ്റി. തറയിൽ കമിഴ്ന്നു കിടന്നിരുന്ന ആഗതൻ ഒരു വിധത്തിൽ നിലത്തു തന്നെ മലർന്നു കിടന്നു. നീ എന്താടാ ഇപ്പോൾ? ബിനീഷേട്ടൻ ആഗതനെ നോക്കി അത്ഭുതത്തോടെ ചോദിച്ചു. കിരണായിരുന്നു അവൻ.